രാവിലെ പോയിട്ട് വൈകിട്ട് രാത്രിയിലൊക്കെയാണ് ഞാൻ തിരിച്ചു വരിക, അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരിക. അപ്പോൾ അത്തരത്തിലൊക്കെ എനിക്ക് എൻ്റെ ജോലിയുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ മാതാപിതാക്കളെ നോക്കാൻ കഴിയുന്നില്ല. അതിനൊരു സൗകര്യത്തിന് വേണ്ടി ഞാൻ വൃദ്ധസദനത്തിൽ കൊണ്ട് ആക്കുകയാണ് എന്നാണ് പൊതുവിൽ ഒരു അലങ്കാരത്തിന് പല ആളുകൾ പറയാറ്. സത്യത്തിൽ അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ് യഥാർത്ഥ കാരണം. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്, ഇത്രയും നമ്മുടെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥന, എല്ലാം ഒന്നുമില്ലെങ്കിൽ പോലും അവരുടെ പ്രാർത്ഥനയെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മളെ ഓരോ ചലനത്തിലും നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ മരണം വരെ അവരെന്നോ പ്രാർത്ഥിച്ച് വെച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇത്ര പ്രൗഢിയിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ഉയർന്ന പദവിയിൽ എത്തിയാൽ പോലും നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ആ പദവിയിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പഠിച്ച പഠനങ്ങൾ, നമ്മൾ കിട്ടിയ അറിവുകളൊന്നും തിരിച്ചറിവല്ല എന്നുള്ളതാണ്. സോഷ്യോളജിയുടെ വിദ്യാർത്ഥികളായതുകൊണ്ട് ഞാൻ ഒരുപാട് വിശദീകരിച്ചൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കറിയാം ഇതൊക്കെ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അത്തരത്തിൽ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ടു തള്ളുന്ന ഒരു സംവിധാനം. എന്നാൽ ചില ആളുകളൊക്കെ പല വീടുകളിലും പല മാതാപിതാക്കളും അന്യനെപ്പോലെ കഴിഞ്ഞുകൂടുന്നുണ്ട്. എവിടെയും കൊണ്ടയാക്കൊന്നുമില്ല. വീട്ടിൽ അവരെ ഒറ്റപ്പെടുത്തും, പ്രയാസപ്പെടുത്തും, മാനസികമായി തകർക്കും. അവരോട് നമ്മൾ മിണ്ടുന്നില്ല, അവരോട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, അവരുമായി കൂടിയാലോചിക്കുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ എൻ്റെ മക്കൾ എന്നെങ്ങനെ പ്രയാസപ്പെടുത്തുമ്പോൾ ആ മാതാപിതാക്കൾക്ക് തോന്നുകയാണ്, ഞാനിവിടെ ഇങ്ങനെ എന്താ പറയുക, ഒരു സ്വന്തം വീട്ടിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ വീട്ടിൽ ഞാൻ പോറ്റി വളർത്തിയ എൻ്റെ മക്കളുടെ ഇടയിൽ ഞാനിങ്ങനെ അന്യനെപ്പോലെ കഴിയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നുണ്ട് എന്ന് കരുതി അങ്ങനെ വീർപ്പ് മുട്ടി വേദനയോടെ കഴിയുന്ന മാതാപിതാക്കളും ചില വീടുകളിലുണ്ട്. അതൊക്കെ നമ്മുടെ നെഞ്ഞത്ത് കൈവച്ച് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിൽ എത്ര സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ തന്നെ നമ്മൾ നെഞ്ചത്ത് കൈവച്ച് നമ്മോട് ചോദിച്ചാൽ നമുക്കതിൻ്റെ മറുപടി കൃത്യമായിട്ട് കിട്ടും എന്നുള്ളത്.